അസ്സലാമു അലൈക്കും. മൊയ്തീൻ കോയ, സിവിൽ എഞ്ചിനീയർ, ഒളവണ്ണ. ഇസ്ലാം മറ്റുള്ള ഇതര മതസ്ഥരോടും മാനവ സമൂഹത്തോടും എന്താണ് തെറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇത്തരം മാത്രം ഇതിൻ്റെ മേൽ കുതിര കയറിയിട്ട് അവർ നേടാനുള്ളത്? കാരണം ലോകം മുഴുവനും വ്യത്യസ്ത മാധ്യമങ്ങൾ, വ്യക്തിത്വങ്ങൾ എല്ലാവരും മത്സരിച്ചിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് ഒന്ന് വ്യക്തമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. സഹോദരങ്ങളെ, ഭീകരത ഇസ്ലാമിൻ്റേതല്ല എന്ന തലക്കെട്ടിൽ ഉള്ള ജനകീയ സംവാദമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ സുഹൃത്ത് മൊയ്തീൻ കോയ സാഹിബിൻ്റെ ചോദ്യം, എന്താണ് ലോകത്തോട് ഇസ്ലാം ചെയ്ത തെറ്റ്? മാധ്യമങ്ങളും ലോകവും എന്തുകൊണ്ടാണ് ഇസ്ലാമിന് നേരെ ഇങ്ങനെ കുതിര കയറുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് ഇസ്ലാം ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രതിപക്ഷത്ത് നിൽക്കുന്നു? അതിനുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. മതമെന്ന് പറഞ്ഞാൽ സർവശക്തനായ തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഈ ജീവിതത്തെ ശോഭനമാക്കുകയും മരണാനന്തര ജീവിതത്തിൽ ശോഭനമായ സ്വർഗലോകം സമ്മാനമായി ലഭിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക എന്നാണ് മതം കൊണ്ടുള്ള വിവക്ഷ. ഇസ്ലാം ആ ശബ്ദം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ സർവശക്തനുള്ള സമ്പൂർണമായ സമർപ്പണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാദർശമാണ്. സർവശക്തന് മനുഷ്യർ സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതുവഴി മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമാകുന്ന ആളുകൾ മാത്രമല്ല ആയിത്തീരുക, മറിച്ച് ഭൗതികമായ സകലവിധ ചങ്ങലക്കെട്ടുകളിൽ നിന്നുമുള്ള മോചനം കൂടിയാണ് അതുവഴി ഉണ്ടാവുക. ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേവലമായി പുറമേക്കുള്ള ചങ്ങലക്കെട്ടുകളിൽ നിന്നുള്ള മോചനത്തേക്കാൾ അധികം ദൈവികമായ മാർഗനിർദ്ദേശം മനുഷ്യരെ ആത്മീയവും മാനസികവുമായ സകലവിധ അടിമത്വങ്ങളിൽ നിന്നും ചങ്ങലക്കെട്ടുകളിൽ നിന്നുമാണ് മോചിപ്പിക്കുന്നത്. എല്ലാ ചൂഷണങ്ങളിൽ നിന്നും, ആത്മീയമോ ഭൗതികമോ ആയ ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ആദർശമാണ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആത്മീയ ചൂഷണത്തിൻ്റെ അടിത്തറ സർവലോകരക്ഷിതാവായ തമ്പുരാനും അവൻ്റെ ദാസനായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിച്ഛേദിക്കുകയും പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള ഇടയിലുള്ള ദല്ലാളന്മാരായി ചമഞ്ഞ് പടച്ചവനിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന ആളുകളായി ചില ആളുകൾ പ്രത്യക്ഷപ്പെടുകയും
അവരുടെ യാജ്ഞാനവർത്തികളായി ആളുകളെ മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ആത്മീയമായ ചൂഷണത്തിൻ്റെ അടിത്തറ. ഇത് പല രൂപങ്ങളിലുണ്ടാകാം. ആൾ ദൈവങ്ങളുടെ രൂപത്തിലാണെങ്കിലും, പൗരോഹിത്യത്തിൻ്റെ രൂപത്തിലാണെങ്കിലും, മതനേതൃത്വത്തിൻ്റെ രൂപത്തിലാണെങ്കിലുമല്ല. ഇസ്ലാം ഇവിടെ വളരെ അടിസ്ഥാനപരമായി തന്നെ ആ ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. സൃഷ്ടാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക വഴി പടച്ച തമ്പുരാന് മാത്രം ആരാധനകൾ അർപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ പടച്ചവനും മനുഷ്യനും തമ്മിൽ കൃത്യമായൊരു ബന്ധം ദൃഢീകരിക്കപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. അതുകൊണ്ടാണ് ഹൃദയത്തെ മോചിപ്പിക്കുന്ന യാദർശമാണ് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിൽ കുടിയിരുത്തപ്പെട്ട സകല ദൈവങ്ങളും സകല വ്യാജ ദൈവങ്ങളും, അത് വിഗ്രഹങ്ങളാണെങ്കിലും ശവകുടീരങ്ങളാണെങ്കിലും ആൾ ദൈവങ്ങളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അവയെ മുഴുവനും പുറത്താക്കി അവിടെ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന് മാത്രം ആരാധനകൾ അർപ്പിച്ച് അവനുള്ള വിശ്വാസത്തെ മാത്രം കുടിയിരുത്തുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്നത്. അവിടെ അതോടുകൂടി പിന്നെ ആൾ ദൈവങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ എല്ലാം പ്രസക്തി അവസാനിക്കുകയാണ്. പടച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാകുമ്പോൾ പടച്ചവൻ്റെ മുന്നിൽ അവൻ്റെ അടിമ സ്വന്തം ഹൃദയം തുറന്നു വെക്കുന്ന പ്രവർത്തനമായി പ്രാർത്ഥന മാറുമ്പോൾ പടച്ചവനും മനുഷ്യനും ഇടയിൽ യാതൊരു ദല്ലാളും ആവശ്യമില്ല എന്ന അവസ്ഥ വരുമ്പോൾ അവിടെ തീർച്ചയായും പൗരോഹിത്യവും ആൾ ദൈവവും മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന സകലതും ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ഇല്ലാതെയാകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആത്മീയമായ സകലവിധ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് ആത്മീയ ചൂഷകന്മാർക്ക് തീർച്ചയായും വൈരമുണ്ട്. മനുഷ്യരെയും പടച്ചവനെയും തമ്മിൽ ദൃഢീകരിക്കപ്പെട്ട ബന്ധം വഴി നടുവിലുള്ള എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ഒരാദർശമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വിധത്തിലുള്ള ആത്മീയ ചൂഷകന്മാർക്കും ഇസ്ലാമിനോട് വൈരമുണ്ടാകും. അതേപോലെ തന്നെ മനുഷ്യ മനസ്സിനെയും മനുഷ്യ ഹൃദയത്തെയും മനുഷ്യൻ്റെ സമ്പത്തിനെയും മനുഷ്യൻ്റെ വികാരങ്ങളെയുമെല്ലാം ചൂഷണം ചെയ്യുവാനാണ് എക്കാലഘട്ടത്തിലും ചൂഷകന്മാർ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. പുതിയ കാലത്തെ ചൂഷണത്തിൻ്റെ രീതിയാണ്. ആ രീതികളിൽ നമുക്ക് പലതും നേർക്കുനേരെ മനസ്സിലാകുന്നതുണ്ടാകും, ഇല്ലാത്തതുണ്ടാകും. അവിടെ ഒന്നാമതായി മനുഷ്യൻ്റെ തലച്ചോറിനെ അടിമപ്പെടുത്തുവാൻ അവന് ലഹരി കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ കച്ചവട താല്പര്യങ്ങളുണ്ട്. പുതിയ കാലത്ത് കോളനികളില്ല, മറിച്ച് കോളനികൾക്ക് പകരം ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ തലയിൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യൻ്റെ വിഭവശേഷിയെ മുഴുവനും വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രമുണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. ആ സാമ്രാജ്യത്വ തന്ത്രത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് മനുഷ്യരെ ലഹരി കൊടുത്തുകൊണ്ട് മയക്കി കിടത്തുക എന്നാണ്. ലഹരിക്കു മുന്നിൽ ഇസ്ലാം വിലങ്ങുതടിയായി നിൽക്കുന്നു. രണ്ട്, മനുഷ്യർക്ക് പെണ്ണിൻ്റെ സൗന്ദര്യം കാണിച്ച് മനുഷ്യരെ പ്രലോഭിപ്പിച്ച് അവരുടെ വസ്തുക്കളെ വിറ്റഴിക്കുക എന്നതാണ്. ഇന്ന് പരസ്യകലയെക്കുറിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. വലിയൊരു വ്യവസായമാണ് പരസ്യ വ്യവസായം. ആ പരസ്യ വ്യവസായത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനമായും പെണ്ണിൻ്റെ സൗന്ദര്യമാണ്. ഇസ്ലാം അവിടെയും എതിരെ നിൽക്കുന്നു. പെണ്ണിൻ്റെ സൗന്ദര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പെണ്ണിനെ കേവലം ഒരു ഉപഭോഗ വസ്തുവായി, കേവലം ഒരു ചരക്കായി കാണുന്ന പുതിയ കാലത്തെ പ്രവണതയ്ക്ക് ഇസ്ലാം തടയിടുന്നു. പെണ്ണിന് പുരുഷനെ പോലെ തന്നെ അഭിമാനകരമായ അസ്തിത്വമുണ്ടെന്നും ആ അസ്തിത്വത്തിൻ്റെ പ്രകാശനം കേവലം തൊലി സൗന്ദര്യത്തിൻ്റെ പ്രദർശനം വഴിയല്ല നേടേണ്ടത് എന്നും അവൾക്ക് അസ്തിത്വത്തിൻ്റെ പ്രകാശനത്തിന് മറ്റു മാർഗങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നും അവളുടെ പടച്ചതമ്പുരാൻ അവൾക്ക് നൽകിയ അനുഗ്രഹമായ അവളുടെ സൗന്ദര്യം അർഹതപ്പെട്ടവരുടെ മൂത്രം മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ അവൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ഇസ്ലാം കരുതുന്നു. അവിടെ ഇസ്ലാം സൗന്ദര്യ പ്രദർശനത്തെ, പരസ്യ പ്രദർശനത്തെ മാത്രമല്ല
ഇണയുടെ മുന്നിലല്ലാത്ത എല്ലാ രൂപത്തിലുമുള്ള പ്രദർശനത്തെ പൂർണ്ണമായി നിരോധിക്കുന്നു. ആ രൂപത്തിലുള്ള ചൂഷകന്മാർക്ക് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് ദേഷ്യമുണ്ടാകുന്നു, വെറുപ്പുണ്ടാകുന്നു. ലഹരിക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ നടപടികളിൽ അബ്കാരികൾക്ക് എതിർപ്പുണ്ടാകുന്നത് പോലെ തന്നെ മുതലാളിത്തത്തിന് പരസ്യപ്പലകയിലെ പെണ്ണിൻ്റെ ശരീരം വഴി, ശരീര സൗന്ദര്യത്തിൻ്റെ പ്രദർശനം വഴി ആളുകളുടെ മനസ്സിനെ തങ്ങളുടെ താല്പര്യമനുസരിച്ച് മാറ്റിയെടുക്കുന്ന മുതലാളിത്തത്തിന് ഇസ്ലാമിനോട് വിരോധമുണ്ടാകുന്നു. പിന്നീട് അവർ ഉപയോഗപ്പെടുത്തുന്നത് പെണ്ണിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരീരം തന്നെയാണ്. പെൺശരീരത്തിൻ്റെ വിപണനം ലോകത്തെ വലിയൊരു വ്യവസായമാണ്. നമുക്ക് പറയേണ്ടതില്ല പുതിയ കാലത്ത് ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് എന്ന്. പെൺശരീരത്തിൻ്റെ വിപണനത്തിന് വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകിക്കൊണ്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും പല രൂപങ്ങളിൽ അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൂറിസത്തിൻ്റെ പേരിൽ ലോകത്ത് ചൂഷണം ചെയ്യപ്പെടുന്നത്, ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് ഡോളറുകളാണ്. ചില നാടുകളുടെ നിലനിൽപ്പ് തന്നെ സെക്സ് ടൂറിസത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തായ്ലൻഡിനെ പോലെയുള്ള. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ലൈംഗികതയെ, പെൺശരീരത്തെ വിപണനം ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന പെണ്ണിൻ്റെ ശരീരം വിപണനം ചെയ്യപ്പെടാനുള്ളതല്ല, മറിച്ച് പെണ്ണിൻ്റെ ശരീരം അവളുടെ ഇണക്ക് മുന്നിൽ മാത്രം സമർപ്പിക്കപ്പെടുവാനുള്ളതാണ്. അവളുടെ നിയതമായ ഇണ ലഭിക്കുവാൻ ഓരോ പെണ്ണിനും അവകാശമുണ്ട് എന്നുള്ള ഇസ്ലാമിൻ്റെ സന്ദേശം ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കുന്നു. കാരണം അവർ ഇസ്ലാം നിൽക്കുന്നത് പെണ്ണിൻ്റെ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ ആ ചൂഷണത്തിനെതിരിലാണ്. ഇതേപോലെ തന്നെ സാമ്പത്തികമായ ചൂഷണങ്ങൾ, ഇന്ന് ലോകത്ത് നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളിൽ ചെറുതും വലുതുമായ ലോട്ടറികളുണ്ട്. നമ്മുടെ തെരുവുകളിലൂടെ നടക്കുന്ന 10 രൂപയുടെയും 100 രൂപയുടെയും ലോട്ടറി കച്ചവടം മുതൽ കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറികൾ, ലോകത്തെ കാസിനോകളിലൂടെ നടക്കുന്ന ചൂതാട്ടം വരെയുള്ള വ്യത്യസ്തങ്ങളായ ചൂതാട്ടങ്ങൾ. ഈ ചൂതാട്ടങ്ങളിലൂടെ മനുഷ്യരുടെ കീശയെയും ആശയെയും ചൂഷണം ചെയ്ത് സ്വാർത്ഥികളായ മുതലാളിമാർ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ കേവലം ചൂഷണം ചെയ്യപ്പെടുന്നത് സമ്പത്ത് മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ആശ കൂടിയാണ്, ആഗ്രഹമാണ്, അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹത്തെ വളരെ സമർത്ഥമായി വളർത്തിക്കൊണ്ടുവന്ന് കാസിനോകളിൽ മുതൽക്ക് ലോട്ടറി പീടികകളിൽ വരെ ഇങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പോൾ ഇസ്ലാം അവിടെ തടയിടുന്നു, പാടില്ല എന്ന്. ആ ചൂഷകന്മാർക്ക് മുഴുവനും ഇസ്ലാമിനോട് എതിരാണ്. അതേപോലെ തന്നെ പലിശ പാവപ്പെട്ട രാജ്യങ്ങളെ മുഴുവനും പിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിഭാസമാണ് എന്നുള്ള വസ്തുത ലോകത്തിനറിയാം. പക്ഷേ പലിശയിൽ അധിഷ്ഠിതമായ ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പലിശരഹിതമായ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അവിടെ പലിശ കൊണ്ടാണ് ബാങ്കുകളിലൂടെയും അല്ലാതെയും നടക്കുന്ന പലിശ കൊണ്ടാണ് 3ാം ലോക രാജ്യങ്ങളിൽ പട്ടിണി നിലനിൽക്കുന്നത് എന്നും സോമാലിയയിലെ പാവപ്പെട്ട പൈതങ്ങൾ, പിഞ്ചു പൈതങ്ങൾ ഭക്ഷണവും പാനീയവുമില്ലാതെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വസ്തുത സാമ്പത്തിക ശാസ്ത്ര രംഗത്തുള്ള ആളുകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചൂഷകന്മാർക്ക് പലിശയിൽ നിന്ന് മുക്തമായൊരു സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. ഇസ്ലാം അവിടെ അവർക്കും എതിരെ നിൽക്കുന്നു. ഇവിടെ എല്ലാ ചൂഷണങ്ങൾക്കും, ആത്മീയമായ ചൂഷണങ്ങളിൽ നിന്നും ഭൗതികമായ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ഇസ്ലാമിനോട് സ്വാഭാവികമായും ചൂഷകന്മാർക്ക് വിരോധമുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിൽ ചർച്ചും മുതലാളിത്തവും സാമ്രാജ്യത്വവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് നമ്മൾ കാണുന്നത്. ചർച്ചിന് ആത്മീയമായ ചൂഷണത്തിലാണ് താല്പര്യമെങ്കിൽ സാമ്രാജ്യത്വത്തിന് ഭൗതികമായ ചൂഷണത്തിലാണ് താല്പര്യം. അവിടെ മനുഷ്യൻ്റെ ആത്മീയമായ ത്വരകൾ, ആത്മീയമായ ആവശ്യങ്ങൾക്ക്
ചർച്ച ആണെങ്കിലും ആൾ ദൈവങ്ങളാണെങ്കിലും ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പെട്ടെന്നുള്ള പരിഹാരങ്ങൾ തീർച്ചയായും കടകളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്ന കേവലമായ കടലാസ പുഷ്പങ്ങളെ പോലെയാണ്. ആ പരിഹാരങ്ങൾക്ക് ജീവിതഗന്ധിയായ യാതൊന്നും ഉണ്ടാവുകയില്ല. അതിന് കേവലം ഒരാകർഷണീയത മാത്രമേ ഉണ്ടാകൂ. ആ ആകർഷണീയതയിൽ അധിഷ്ഠിതമായി ധ്യാനകേന്ദ്രങ്ങളും ആൾ ദൈവങ്ങളും പൗരോഹിത്യവും ശവകുടീര വ്യവസായവും വിഗ്രഹ വ്യവസായവും എല്ലാം പൊടിപൊടിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു സാമ്രാജ്യത്വവും മുതലാളിത്തവും. അതോടൊപ്പം തന്നെ ഈ ആത്മീയതയുടെ ആളുകൾക്ക് മനുഷ്യരെ ലഹരിയിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ, ലോട്ടറിയിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ, പെൺസൗന്ദര്യത്തിൻ്റെ വിപണനത്തിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ, പെണ്ണിൻ്റെ ഇറച്ചി വിൽപ്പനയിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ, പലിശയിലൂടെ ചൂഷണം ചെയ്യപ്പെടുന്നതിൽ യാതൊരു പരാതിയുമില്ല. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ആ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ മതം നിലനിൽക്കുന്നു. ആ മതം ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. അവൻ എങ്ങനെ ഉടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു, എങ്ങനെ ഉടുക്കരുത് എന്നും പഠിപ്പിക്കുന്നു, എന്ത് കഴിക്കണമെന്നും എന്ത് കഴിക്കരുത് എന്നും പറയുന്നു, എന്ത് സമ്പാദിക്കണമെന്നും എങ്ങനെ സമ്പാദിച്ചുകൂടാ എന്നും പറയുന്നു. അവിടെ ഇസ്ലാം കൃത്യമായി അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനോട് സാമ്രാജ്യത്വത്തിന് വിരോധമുണ്ട്, ചൂഷകന്മാർക്ക് വിരോധമുണ്ട്. ആ വിരോധം കേവലമായ കുടിപ്പകയല്ല. ഇസ്ലാം നിലനിൽക്കുമ്പോൾ, ഇസ്ലാം മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ തങ്ങളുടെ ചൂഷണങ്ങളിൽ നിന്ന് അവർ വളരെ സമർത്ഥമായി രക്ഷപ്പെടുന്നു എന്നവരറിയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് കടന്നു പോയിക്കൂടാ. ഇസ്ലാമിൻ്റെ സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കിക്കൂടാ. അതിനാണ് ഇസ്ലാം ഭീകരതയാണ് എന്ന വളരെ സമർത്ഥമായ ഒരു ആശയത്തെ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം. ഇസ്ലാം ഭീകരതയാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം ആളെ കൊല്ലുന്ന ആദർശമാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം തെരുവുകളിൽ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന ആദർശമാണ് എന്ന് പറയുമ്പോൾ, ഇസ്ലാം അതിൽ വിശ്വസിക്കാത്തവരെ മുഴുവനും കഴുത്തറുത്ത് കൊല്ലുന്ന ആദർശമാണ് എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യനും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണമെന്ന് തോന്നില്ല. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അത്രയും പ്രാകൃതമാണ് എന്നേ വരൂ. അവിടെ ഇസ്ലാമിനെ തമസ്കരിക്കുക എന്ന സമർത്ഥമായ ലക്ഷ്യമുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ. ആ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് ഇസ്ലാമിനെ പച്ചയായി അവതരിപ്പിക്കുവാനും, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ തമസ്കരിക്കുന്ന ലോകത്ത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളല്ല, ഇസ്ലാമിൻ്റെ അപരവൽക്കരണമാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക വഴിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക.